ബിഗ് ബോസിനുള്ളിലേക്ക് മക്കളെ കാണുവാനെത്തിയ അമ്മയും അപ്പനും സഹോദരങ്ങളുമൊക്കെ പടിയിറങ്ങി. പക്ഷേ നോറ നിർത്താതെ കരയുകയാണ്. ഇത് ഒരു സാധാരണ രീതിയിലുള്ള കരച്ചിലല്ല. ഒത്തിരി പ്രശ്നങ്ങൾ നോറ ഇപ്പോൾ പുറത്തു പറയുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നോറയെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ വേണ്ടി ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ബിഗ് ബോസ് അവസരം നൽകി. ആ സമയത്ത് നോറയുടെ മനസ്സിന് വലിയ മുറിവുണ്ടാകുന്ന രീതിയിലാണ് അപ്പൻ സംസാരിച്ചത്. നോറ വളരെയധികം കാലിബർ ഉള്ളൊരു കുട്ടിയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഉഴപ്പി നടന്നതിന് ശേഷം വഴക്കുണ്ടാക്കി 10 ദിവസം കൊണ്ട് നോറ പഠിക്കുവാനിരുന്നു. ആ 10 ദിവസത്തെ പഠനത്തിന് ശേഷം നോറ 9 A+ഉം 1 Aയും മേടിച്ചു. അത് കയ്യടികളോടുകൂടിയായിരുന്നു ആ സമൂഹം ഏറ്റെടുത്തത്. ആ നോറയെക്കുറിച്ചുണ്ടായിരുന്ന അപ്പന്റെ ഏറ്റവും വലിയ സ്വപ്നം സിവിൽ സർവീസ് എഴുതുക, IAS എടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ നോറയ്ക്ക് അതായിരുന്നില്ല ഇഷ്ടം. താൻ സോഷ്യൽ മീഡിയയിലേക്ക് പോയി. നോറയ്ക്ക് അപ്പനൊരു ഫോൺ മേടിച്ചു കൊടുത്തിരുന്നില്ല. തനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ നിരന്തരമായ നിർബന്ധങ്ങൾക്കൊടുവിൽ ഉമ്മയാണ് നോറയ്ക്ക് ഫോൺ കൊടുക്കുന്നത്. തുടർന്ന് സോഷ്യൽ മീഡിയയായിരുന്നു നോറയുടെ ജീവിതം മുഴുവനും. അവിടെ മുതൽ തന്നെ മാനസികമായി ഉപ്പയും മകളും തമ്മിൽ അകലുവാൻ തുടങ്ങി. ആ അപ്പൻ പറയുന്നത്, മകളെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് നേരെ വിപരീതമായിട്ടായിരുന്നു അവൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു സിവിൽ സർവീസ് എടുക്കുക, ഒരു IAS ഓഫീസർ ആവുക, ഒരു ഗവൺമെന്റ് ജോലിയിൽ മുൻപോട്ട് പോവുക, അത് ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്. എന്നാൽ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇത് ട്രെൻഡുകൾക്കനുസരിച്ചാണ് പോകുന്നത്. ഈ ട്രെൻഡ് ഒരു 5 വർഷം കൊണ്ട് മാറും. അത് കഴിഞ്ഞ് പുതിയൊരു ട്രെൻഡ് വരും. ആ സമയത്ത് അതിനനുസരിച്ച് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ജീവിതം ഒരുപക്ഷെ ഇല്ലാതെയായേക്കാം. എന്നാൽ മറ്റേതങ്ങനെയല്ല. അതിനുവേണ്ടിയാണ് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്കത് മനസ്സിലായിട്ടില്ല. പിന്നീട് അവൾ എന്നെ ബോധിപ്പിക്കുവാൻ വേണ്ടി IAS എടുക്കുവാൻ വേണ്ടിയുള്ള പഠനം ആരംഭിച്ചു. ഞാനത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾ പലയിടങ്ങളിലേക്കും അതിൻ്റെ ടെസ്റ്റിനെന്നും കോച്ചിങ്ങിനെന്നും പറഞ്ഞൊക്കെ പോകും. പല കാര്യങ്ങൾ കാണുവാൻ വേണ്ടി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും നോറയുടെ മുഖം ഇരുണ്ടു. നോറ ഇപ്പോൾ കരയും എന്ന രീതിയിലേക്ക് എത്തി. വീണ്ടും ആ ഉപ്പ പറയുകയാണ്, എൻ്റെ മകൾ തന്നെയാണ്, ഞാൻ അവളെ അംഗീകരിക്കുന്നു. അവളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വന്നതിന് ശേഷം. ഞാൻ ഈ ഷോയൊന്നും കാണുന്ന വ്യക്തിയല്ല, പക്ഷേ ഓരോ നിമിഷവും ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ മകളെ ഞാൻ അംഗീകരിക്കുന്നു. അവളുടെ സ്വഭാവത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അവൾക്ക് വാശിയായിരുന്നു. അവൾ പിടിക്കുന്ന ഇടം ജയിക്കണം എന്നുള്ളത് വെച്ചിട്ട് ആ വാശിയിൽ അവൾ സ്വന്തമായിട്ട് ഒരു വീട് തന്നെ ഉണ്ടാക്കി. ആ വീട്ടിൽ ഇതുവരെയും ഞാൻ പോയിട്ടില്ല. തുറന്നു ഞാൻ പറയുകയാണ്, ആ വീട്ടിൽ ഞാൻ കാല് കുത്തിയിട്ടില്ല, കാല് കുത്തുകയുമില്ല. അതിൻ്റെ കാരണം എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് അവൾ എത്താത്തത് കൊണ്ട്, ആ ലക്ഷ്യം അവൾ പൂർത്തീകരിക്കുന്ന സമയം വരെ അതിനകത്തേക്ക് ഞാൻ കാല് കുത്തില്ല. നോറയുടെ അപ്പനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു പഴയ മനുഷ്യനാണ്. പഴയ കാഴ്ചപ്പാടുകളൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്നെ വളർത്തിയതും താൻ തന്റെ സാമൂഹ്യ ഘടനയെ എങ്ങനെയാണ് കണ്ടു മനസ്സിലാക്കിയത് അതിനൊക്കെ അനുസരിച്ച് ചിന്തിക്കുന്ന ഒരു 25-30 വർഷം പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു പഴയ മനുഷ്യനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം. എന്ന് വെച്ചാൽ മകൾ എൻ്റേതാണ്, എൻ്റെ സ്വപ്നങ്ങളാണ് മകളുടെ ജീവിതം കൊണ്ട് പൂവണിയപ്പെടേണ്ടത്. അതല്ലാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പാടില്ല. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ പോകുന്നതെങ്കിൽ ആ വഴിക്ക് പോകാൻ ഒരിക്കലും എന്നെ കിട്ടില്ല എന്ന് പറയുന്ന ആ പഴയ കാഴ്ചപ്പാടിൻ്റെ ഉടമയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനുമാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും പടിയിറങ്ങിയതിനു ശേഷം നോറ അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ശ്രീതുവും റസ്മിനും തൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു. നോറയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട് അവരോട്. നോറ പറയുന്നത് 19ാമത്തെ വയസ്സിൽ അവരെന്നെ വിവാഹം കഴിപ്പിച്ചതാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിവാഹം കഴിച്ചതല്ല. ഉപ്പയ്ക്ക് ബ്ലോക്കാണ്, ചിലപ്പോൾ മരിച്ചു പോകും. അതിനു മുമ്പ് എൻ്റെ വിവാഹം കാണണം എന്ന ആഗ്രഹത്തിലായിരുന്നു. അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. എനിക്കറിയുന്ന, ഞങ്ങൾ വീട്ടുകാരൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു കുടുംബ ബന്ധത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് അട്ടർ ഫ്ലോപ്പായി മാറുകയായിരുന്നു. അവിടെ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. എങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു വലിയ വാശി എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വാശിയുണ്ട് IAS എടുക്കണമെന്ന്. പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ല. ഞാനത് തീർച്ചയായിട്ടും എടുത്തിരിക്കും. എന്നാൽ അത് അവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ IAS എടുക്കുന്നത്. എനിക്കൊരാളുമായിട്ട് ഇഷ്ടമുണ്ട്. ആ ആളുമായിട്ടുള്ള ഇഷ്ടത്തിൽ ഒരിക്കലും ഞാനൊരു പ്രണയത്തിന് വേണ്ടി ഓടിപ്പോയതൊന്നുമല്ല. അത് ഇവൻച്വലി അതെൻ്റെ ലൈഫിൽ വന്നു ചേർന്നൊരു കാര്യമാണ്. എനിക്ക് അയാളെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്നും അയാൾക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്നുമുള്ള കാര്യം ഇവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇവരൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ കരയുകയാണ്. ജീവിതത്തിൽ പിന്നിട്ട വഴിത്താരകളിൽ കണ്ടമാനം പ്രതിസന്ധികളെ തരണം ചെയ്ത് വലിയ പോരാട്ടത്തിൻ്റെ ഇടനാഴികളിൽ കൂടി സഞ്ചരിച്ച് BB ഹൗസിനകത്ത് വരെ വന്നെത്തിയിരിക്കുന്ന നോറയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോറയ്ക്ക് നോറയുടേതായിട്ടുള്ള ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഒത്തിരി അനുഭവ സമ്പത്തുകളുമുണ്ട്. അപ്പനും അമ്മയ്ക്കും ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലായി എന്ന് വരികയില്ല.
അവരുടെ മുൻപിൽ ഇപ്പോഴും അവരുടെ കൊച്ചു കുഞ്ഞാണ് നോറ. അതുകൊണ്ട് തന്നെ നോറയുടെ സംസാരങ്ങളും നോറ പക്വതയോടുകൂടി പറയുന്ന പല വാക്കുകളും അവർക്ക് അപക്വമായിട്ടും അസ്വസ്ഥമായിട്ടും ഒക്കെ മാറുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓമനപ്പേരിട്ട് വിളിക്കാറുള്ള ജനറേഷൻ ഗ്യാപ്പ് എന്ന ആ ഒരു പ്രശ്നമാണ് ഇവിടെയും നിഴലിച്ചു നിൽക്കുന്നത്. പരസ്പരം മനസ്സിലാക്കുവാൻ രണ്ടാൾക്കാർക്കും കഴിയുന്നില്ല. ഈ തലമുറയുടെ ചിന്ത എന്താണ്, ഈ തലമുറയുടെ വഴി ഏതാണ്, അല്ലെങ്കിൽ ഈ തലമുറ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊന്ന് മനസ്സിലാക്കുവാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത്. കാലങ്ങൾ മാറുകയാണ്, സമൂഹം അതിവേഗം നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മാറ്റമെന്ന വാക്കൊഴികെ ബാക്കി എല്ലാറ്റിനും മാറ്റമുണ്ടാകും എന്ന് കാറൽ മാർക്സ് പറഞ്ഞതുപോലെ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അതിനനുസരിച്ച് മനുഷ്യർ മാറുവാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരുപക്ഷെ പിന്നിലായി പോകും എന്നുള്ള യാഥാർത്ഥ്യം അത് ഈ തലമുറയ്ക്ക് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. വാപ്പയും ഉമ്മയും സ്വപ്നം കാണുന്നത് മറ്റൊരു ജീവിതമാണ്. ഉയർന്ന വ്യക്തിബന്ധങ്ങൾ, ഉന്നതമായ ഗവൺമെന്റ് ജോലി, എല്ലാ മാസവും കൈനിറയെ കിട്ടുന്ന സാലറി, സമൂഹത്തിന്റെ മുൻപിൽ ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരം, ആ പ്രൗഡ് മൂമെന്റ്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ കിടക്കുന്ന സ്വപ്നം. അങ്ങനെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വീഡിയോ ഇട്ട് കളിക്കുന്ന ഒരാളും എന്നൊക്കെ പറയുമ്പോൾ തീരെ പുച്ഛമാണ്. പക്ഷേ ഈ സമൂഹത്തിന്റെ ഗതി മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കുവാൻ അപ്പയ്ക്കും ഉമ്മയ്ക്കും കഴിയാത്തതും അത് അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ നോറയ്ക്ക് കഴിയാത്തതും ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നു. എങ്കിലും നോറയുടെ ബാപ്പ മോളെ കാണുവാൻ ആ വീട്ടിൽ എത്തിയല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിച്ചല്ലോ. ഇത്രയുമൊന്നും തുറന്നു പറച്ചിലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ടമാനം ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ അളന്നു കുറിച്ച് മാത്രമായിരിക്കണം. ഇല്ല എങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെ ഇതിനെ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ബിബി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നോറയും കുടുംബവും സന്തോഷത്തോടും സമാധാനത്തോടും ഒരുമിച്ച് ചിന്തിച്ച് ഒരുമിച്ച് മുന്നേറുന്നവരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.